ജൂൺ 13 കത്തോലിക്ക തിരുസഭ വലിയൊരു അത്ഭുത പ്രവർത്തകനായ വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. നമുക്കൊക്കെ സുപരിചിതനാണ് ആ വിശുദ്ധൻ. വിശുദ്ധ അന്തോണീസിൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ അന്തോണീസ് നാമധാരികളായിട്ടുള്ള ഏവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ, പ്രാർത്ഥനകൾ നേരാണ്. ഇടയ്ക്കൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട്, ദൈവം എന്തുകൊണ്ടാണ് അന്തോണീസിൻ്റെ ജീവിതത്തിൽ ഇത്രയധികം അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനായിട്ടുള്ള കൃപ കൊടുക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ട്. അതിന് ഉത്തരം ലഭിക്കണമെങ്കിൽ അന്തോണീസിൻ്റെ ജീവിതത്തിലേക്കൊന്ന് കടന്നു വരണം. അഗസ്റ്റീനിയൻ സഭയിൽ പരിശീലനത്തിലായിരിക്കുന്ന സമയം വിശുദ്ധ അന്തോണീസ് വലിയൊരു പ്രഭു കുടുംബത്തിലാണ് ജനിച്ചത്. അപ്പോൾ അപ്പനും അമ്മയും ഈ പരിശീലനം സ്വീകരിക്കുന്ന ചെറിയ അന്തോണീസിനെ കാണാൻ വരുമ്പോൾ ആശ്രമം വൃത്തിയാക്കുന്ന ജോലിയിലാണ്. അപ്പൻ ഇത് കണ്ട് വളരെയധികം സങ്കടത്തോടെ ആശ്രമാധികാരിയോട് പറയുന്നുണ്ട്, എൻ്റെ മകനെ കൊണ്ട് ഇത്തരം ജോലികൾ ചെയ്യിപ്പിക്കാനായിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, വേണമെങ്കിൽ ജോലിക്കാരെ ഏർപ്പാട് ചെയ്യാമെന്ന്. പിന്നീട് വിശുദ്ധ അന്തോണീസ് ഫ്രാൻസിസ്കൻ സഭയിലെ രക്തസാക്ഷികളായിട്ടുള്ള വിശുദ്ധരുടെ തിരുശേഷിപ്പ് കണ്ട് അതിലേക്ക് ആകൃഷ്ടനാവുകയാണ്. ആ സഭയിലെ എളിമയും ദാരിദ്ര്യവും കണ്ട് അതിലേക്ക് ചേക്കേറുമ്പോൾ ദൈവം വിശുദ്ധ അന്തോണീസിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള കൃപ നൽകുകയാണ്. അതിനർത്ഥം എളിമയുള്ളിടത്തൊക്കെ അത്ഭുതങ്ങൾ, വലിയ അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. സ്നേഹമുള്ളവരെ, അന്തോണീസിൻ്റെ അഴുകാത്ത നാവിനെ കുറിച്ച് പറയേണ്ടതില്ലല്ലോ. ഈശോയ്ക്ക് വേണ്ടി വചനം പ്രസംഗിച്ച ആ നാവ് ഇന്നും അഴുകാതെ ലോകത്തിൻ്റെ മുമ്പിൽ വലിയൊരു സാക്ഷ്യമായിട്ട് മാറിയിരിക്കുകയാണ്. നമുക്കും എളിമപ്പെടാം, അങ്ങനെ അത്ഭുതങ്ങളുടെ ഒരു ജീവിതമായി മാറാൻ. എളിമയുള്ള ജീവിതത്തെ നോക്കി മറ്റുള്ളവർ അത്ഭുതത്തോടു കൂടി നോക്കി കാണുന്നവരായി മാറാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിക്കാം. ഏവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊള്ളുന്നു.